ഇറ്റാലിയൻ വിസയുടെ പേരിൽ കോടികൾ തട്ടിയെന്ന ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ നടപടിയുമായി പോലീസ്. കൊല്ലം ഈസ്റ്റ്, പള്ളിത്തോട്ടം സ്റ്റേഷനുകളിൽ ഒന്നിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. റിട്ടയേർഡ് IB ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കിയാണ് FIR. സംതൃപ്തി റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കും. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനും സാധ്യതയുണ്ട്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി ചേരുന്നു കൊല്ലത്ത് നിന്നും. ഷമീർ, ഇതിപ്പോൾ ഒരു റിട്ടയേർഡ് IB ഉദ്യോഗസ്ഥനും നേരത്തെ ഷമീർ റിപ്പോർട്ട് ചെയ്തതായി ഓർമ്മ അതിലൊരു RSP നേതാവും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ്. ഇപ്പോൾ നിലവിൽ ഒരാൾ മാത്രമാണോ ഇതിൽ പ്രതിപട്ടികയിലുള്ളത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ നേതാവിനെ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ? മാത്രമല്ല, വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഷാമിലി, ഈ കേസിൽ RSP നേതാവ് ഇപ്പോഴും പ്രതിയാണ്. ഈ കേസിൽ 5ാം പ്രതിയായിട്ടാണ് RSP നേതാവിനായ ജസ്റ്റിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം പ്രതി സോളമൻ സെബാസ്റ്റ്യനാണ്. സോളമൻ സെബാസ്റ്റ്യൻ റിട്ടയേർഡ് IB ഉദ്യോഗസ്ഥനാണ്. ഇയാളാണ് ഈ തട്ടിപ്പിൻ്റെ പ്രധാന സൂത്രധാരൻ എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. എന്തായാലും 100-ലേറെ പേരിൽ നിന്നാണ് 4 കോടിയിലധികം രൂപ തട്ടിച്ചത്. ഈ 4 കോടിയിലധികം രൂപ പോയിരിക്കുന്നത് പോണ്ടിച്ചേരി വഴിയാണ്. പോണ്ടിച്ചേരിയിലുള്ള ഇവരുടെ ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒരാളാണ് ഈ പണം വാങ്ങിയത്. ഇതിനുശേഷം ഇതൊരു വിദേശ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഇത്രയും രൂപയുടെ കേസായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒറ്റ FIR ആക്കി മാറ്റി പോലീസ് ഈ കേസ് സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറുക എന്നതാണ് പതിവ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരാതിയിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കാൻ വിസമ്മതിച്ചിരുന്നു. പക്ഷേ ഇതൊരു മാധ്യമ വാർത്ത, ന്യൂസ് മലയാളം വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ഒന്നിലധികം FIRകൾ വിവിധ സ്റ്റേഷനുകളിൽ ഇടുന്ന സാഹചര്യമുണ്ടായി. കൊല്ലം ഈസ്റ്റ്, പള്ളിത്തോട്ടം തുടങ്ങിയ സ്റ്റേഷനുകളിലാണ് FIR ഉള്ളത്. ഈ സ്റ്റേഷനുകളിലെ FIR പ്രകാരമാണ് ഇപ്പോൾ ഈ സോളമൻ സെബാസ്റ്റ്യൻ ഒന്നാം പ്രതിയായി വന്നിട്ടുള്ളത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ തന്നെ വിവിധ കേസുകളിൽ സോളമൻ സെബാസ്റ്റ്യൻ ഈ തട്ടിപ്പ് കേസുകളിൽ ഒന്നാം പ്രതിയാണ്. ഒപ്പം തന്നെ നേരത്തെ ഷാമിലി സൂചിപ്പിച്ച പോലെ RSP നേതാവ് ജസ്റ്റിൻ ജോൺ, അയാൾ 5ാം പ്രതിയാണ്. ഒപ്പം തന്നെ ഇയാളുടെ മകൻ പ്രതിയാണ്. അരുൺ സോളമൻ പ്രതിയാണ്. ഒപ്പം തന്നെ ഭാര്യ, അവരുടെ മക്കൾ, അങ്ങനെയുള്ള എല്ലാവരും തന്നെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആസൂത്രിതമായി നടന്ന ഒരു തട്ടിപ്പ്, അതും തീരദേശ മേഖലയിലടക്കം കൊല്ലം രൂപതയിലെ അടക്കമുള്ള ആളുകളെ, സാധാരണക്കാരുടെ ആളുകളുടെ തൊഴിലില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് നടന്ന ഒരു തട്ടിപ്പ്. ആ തട്ടിപ്പിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടായിരുന്നു ഇത്രയും നാൾ മുമ്പോട്ട് അന്വേഷണ സംഘങ്ങൾ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് അതൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോകുന്നു എന്നുള്ള കാര്യത്തിൽ ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഷാമിലി, ശരി. ഷമീറാണ് തുടക്കം മുതൽ ഈ വാർത്തയുടെ പിന്നാലെ ഉണ്ടാവുകയും പിന്നീട് പല ഘട്ടങ്ങളിലായി വാർത്തകൾ പുറത്തുവിടുകയും വാർത്തകൾ ചെയ്യുകയും ചെയ്തിരുന്നത് ഷമീറാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കേസെടുത്തിരിക്കുന്നു നിലവിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്.